കാസർഗോഡ് കുമ്പള അനന്തപുരം വ്യവസായ പാർക്കിൽ ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചു. ഒരാൾ മരിച്ചു. മരിച്ചത് അതിഥി തൊഴിലാളിയാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. 20ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 7:30യോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പൊട്ടിത്തെറി വലിയ വ്യാപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരം വരുന്നു. അവശിഷ്ടങ്ങൾ കിലോമീറ്ററോളം ദൂരമാണ് എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഒരുപാട് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. കാസർഗോഡ് മാത്രമല്ല, ഉപ്പള, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സുകളൊക്കെ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ്. KV ബൈജു ചേരുന്നു. ബൈജു, ഒരു മരണമുണ്ടാകുന്നു, 20ഓളം പേർക്ക് പരിക്ക്. പക്ഷേ വലിയ തരത്തിലുള്ള ഒരു നാശനഷ്ടം വലിയ വ്യാപ്തിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ചോദ്യം, എത്രത്തോളം വ്യാപ്തിയിലാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്? തീയണയ്ക്കാനുള്ള ശ്രമം സഫലമാകുന്നു എന്നുള്ള സൂചനകളാണോ? അപർണ, ഈ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. അതായത് ഇപ്പോൾ ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 2 ആയിരിക്കുന്നു. 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കുമ്പളയ്ക്ക് സമീപമുള്ള അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലുള്ള ഈ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ വലിയ ശബ്ദത്തോട്, ഉഗ്രശബ്ദത്തോടു കൂടിയുള്ള പൊട്ടിത്തെറി ഉണ്ടായത്. അതായത് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം ഈ പൊട്ടിത്തെറി ബാധിച്ചിട്ടുണ്ട്. ഈ ഫാക്ടറിക്ക് അകത്തുള്ള ബോയിലർ അത് ഓവർ ഹീറ്റാണ് ഈ ഒരു പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനകത്ത് 4ഓളം പേർ ആ സമയത്ത്, ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് തന്നെ 4ഓളം പേർ ഇതിനകത്ത് തന്നെ ഈ ബോയിലറിന് സമീപം തന്നെ ഉണ്ടായിരുന്നു. പുറത്തും നിരവധി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഇപ്പോൾ മംഗളൂരുവിൽ 6 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. 2 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. അത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അസം സ്വദേശികളായ 2 പേരാണ് ഇത്തരത്തിൽ മരിച്ചത്. ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് പെരുമ്പാവൂർ സ്വദേശിയായ പോളി എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഫാക്ടറിയാണ്. അനന്തപുരം ക്ഷേത്രത്തിന് തൊട്ട് സമീപം വലിയ തോതിൽ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. വൈകിട്ട് 7:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്ന് പറയാം. 100ഓളം പേർ തൊഴിലാളികൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു ഫാക്ടറിയാണ്. പകൽ നേരങ്ങളിലൊക്കെ വലിയ തോതിൽ തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയാണ്. ഈ ഒരു സമയമായതുകൊണ്ട് ഇവിടെയുള്ള തൊഴിലാളികളെല്ലാം ഇവിടുന്ന് പോയൊരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു വലിയ ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറി ഉണ്ടായത്. ആ പൊട്ടിത്തെറിയുടെ ആഘാതം 500 മീറ്ററിലധികം ദൂരമുള്ള വീടുകൾക്ക് വരെ കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണത്തിന് ഇപ്പോൾ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അത്തരത്തിൽ നടപടി അധികൃതരുടെ ഭാഗത്ത് ഏതെങ്കിലും മറ്റു വീഴ്ചകളുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷിക്കാൻ ഇപ്പോൾ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. മംഗളൂരുവിൽ 6 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. ബൈജു, അതായത് ഒരു അപകടം എന്നുള്ളതിനപ്പുറത്തേക്ക് വരുത്തി വെച്ച അപകടം, അങ്ങനെ ഒരു വീഴ്ച, പ്രത്യേകിച്ച് ഒരു വ്യവസായ പാർക്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുമ്പോൾ ഇതിന്റെ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെട്ടോ, ക്രമാനുഗതമായിട്ടുള്ള പരിശോധനകൾ കൃത്യമായിട്ട് നടന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ആ തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ആണോ ഉത്തരവ് വന്നിരിക്കുന്നത്? തീർച്ചയായും അപർണ, അത് തന്നെയാണ് ജില്ലാ കലക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ ഉത്തരവിട്ടുള്ളത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യവസായ പാർക്കിലെ പല സ്ഥാപനങ്ങൾക്കെതിരെയും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പരാതി ഉയർന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാതി ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ജാഗ്രത കുറവ് പല സ്ഥാപനങ്ങളുടെയും ഭാഗത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഒരുപാട് ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശം കൂടിയാണ് ഈ അനന്തപുരം എന്ന് പറയുന്ന ഈ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായ ഈ പ്രദേശം. എന്തായാലും വൻ ദുരന്തം ഒഴിവായി എന്ന് പറയണം. അപ്പോഴും 2 പേരുടെ ജീവനാണ് പോയിരിക്കുന്നത്. അത് 100ഓളം പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ജാഗ്രത കുറവ് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം വരുത്തി വെച്ചതെന്നാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലായത്. കാരണം ഈ ബോയിലർ ഓവർ ഹീറ്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യായിരുന്നു എന്നാണ് പ്രാഥമികമായി തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. എന്തൊക്കെ ഇത്തരത്തിലുള്ള ഈ മാനദണ്ഡങ്ങൾ ഈ പാലിക്കാതെ ഇത്തരത്തിൽ ഫാക്ടറി പ്രവർത്തിച്ചു, അത് മാത്രമല്ല നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പരിസരത്തൊക്കെ. അവിടെയൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊക്കെ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ ഏതായാലും ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 മരണം സ്ഥിരീകരിച്ചു. 6 പേർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത് വലിയ തോതിൽ ഭൂമി കുലുക്കം പോലെ അനുഭവപ്പെട്ടു. അത്രത്തോളം വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായെന്നാണ്. ജനലുകൾക്ക് വീടുകളിലെ പല
ശാഖകൾക്കുമൊക്കെ കേടുപാട് സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. വിള്ളൽ വീണു പല വീടുകൾക്കും. അത്രത്തോളം ഉഗ്ര ശബ്ദത്തോടു കൂടിയാണ് ഈ ബോയിലർ പൊട്ടിത്തെറിച്ചത്. എന്തായാലും 7:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. റൈറ്റ്, കെ വി ബൈജു ഉയർത്തുന്ന വലിയ ചോദ്യം, ജനവാസ കേന്ദ്രങ്ങളുടെ പരിസരത്ത് വ്യവസായ പാർക്കുകളും ഫാക്ടറികളും പ്രവർത്തിക്കുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്, റൂട്ടീൻ ചെക്കപ്പുകളുണ്ട്. ഇതൊക്കെ നടക്കാറില്ല. ഇത് നടക്കാറുണ്ടോ എന്നുള്ള ചോദ്യം പോലും ഈ തരത്തിലൊരു ദുരന്തം നടക്കുകയും അങ്ങനെ ജീവനുകൾ പൊലിയുമ്പോൾ മാത്രം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമേ അല്ല. അതാണോ ഈ ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. നേരത്തെ ശ്രീ കെ വി ബൈജു പറഞ്ഞതുപോലെ ഈ രാത്രി 7:30 ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ 100 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രയാകുമായിരുന്നു. ഇപ്പോൾ തന്നെ മരണം 2 ഉയർന്നിരിക്കുന്നു. പരിക്കേറ്റവരുടെ നില മോശമാണ്. പലരും മംഗലൂരുവിൽ വരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലൊരു നഷ്ടത്തിലേക്ക് പോയത് മനഃപൂർവ്വം വരുത്തിവെച്ച വീഴ്ചയാണോ എന്നുള്ളതാണ്. എത്ര ദിവസമാണ് അതൊരു ചോദ്യമായി ഉന്നയിക്കുക, ഇതിനൊരു കൃത്യമായ പരിശോധന ഉണ്ടാവുകയോ എന്നുള്ളതൊക്കെ വലിയ വിഷയമാണ്. ഏതായാലും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കെ വി ബൈജു വിവരങ്ങൾ നൽകി.